വാങ്ങേ വരൂ, ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കും. പേടിച്ച് തൊണ്ട വരുന്നതാണല്ലേ? എന്താ കുടിക്കാൻ വേണ്ടേ? ഒന്നും വേണ്ട. അത് വന്നാൽ പറ്റില്ല, എപ്പോ കൊണ്ടുവരാം. ബോധം തെളിയുമ്പോൾ അവളുടെ സമനില തെറ്റിയിരുന്നു. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. നേരെ ഭ്രാന്താസ്പത്രിയിലാക്കി. ഒരു ചെറിയ സഹായം കൂടി. ഷൂട്ട് ചെയ്ത ബ്ലൂ ഫിലിമുകളും വീഡിയോ കാസറ്റുകളും എവിടെ വെച്ചിരിക്കുന്നത്? സംശയിക്കണ്ട, അത് പറയാതെ താൻ ഇവിടുന്ന് ജീവനോടെ പോവില്ല. വാ. ഡാഡി, മോനെ സുധി, മോൻ വിഷമിക്കണ്ട, നമുക്ക് ഉടനെ പോവാം. മിസ്റ്റർ രാജൻ, അയാളെ തുറന്നു വിട്ടേക്കും. സാർ, വ്യക്തമായ തെളിവോടുകൂടിയാണ് ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തത്? പ്ലീസ് നായർ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കണം. ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും രാഘവൻ? എന്നെ ഓരോ പാർട്ടിക്കാർക്കും ഞാൻ വാരിക്കൊരു കാശ് കൊടുക്കുന്നത് എന്റെ മോനെ ഇതിനകത്ത് പൂട്ടിയിടാനല്ല. അറിയാം, നിങ്ങൾ കക്ഷികളെ വിലക്കെടുക്കുന്നത് കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങളാണ്. സോറി മിസ്റ്റർ രാജൻ, സുധീറിന്റെ കേസ് ചാർജ് ചെയ്യരുത്. മന്ത്രിയുടെ താല്പര്യം. സാറിന് അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനേ കഴിയൂ. പക്ഷെ എന്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ മതി എനിക്ക്. അവൻ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടില്ല. ഒബേ മൈ ഓർഡർ. ഇല്ലെങ്കിൽ രാജനെ മാറ്റി നിർത്തി എനിക്കിടപെടേണ്ടി വരും. സാർ, ഗതികേട് കൊണ്ടാണ് സാർ ഇങ്ങനെ കൽപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. പണത്തിനും അധികാരത്തിനും മുമ്പിൽ നമ്മൾ ഓരോ തവണ തലകുനിക്കുമ്പോഴും ഡിപ്പാർട്ട്മെന്റ് നിലവാരമാണ് താഴ്ന്നത്. നാളെ കൊച്ചുകുട്ടികൾ പോലും ഈ കുപ്പായത്തെ മാനിക്കാത്ത ഒരവസ്ഥ വരും. എനിക്കറിയാം രാജൻ, പക്ഷേ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഒരു ദിവസം ഞാൻ ഈ ആശുപത്രിക്ക് തീ വെക്കും, എന്നിട്ട് ഞാൻ എടുത്തങ്ങ് ചാടും. ആത്മാഹൂതി. എന്റെ ചിതാഭസ്മം ജില്ലാടി തരത്തിലല്ല, സംസ്ഥാനത്തോടും സർവ പ്രാന്താശുപത്രിയിലും കൊണ്ടുപോയി വിതരണം. ശുദ്ധീകരണം, ആത്മീയ ശുദ്ധീകരണം. വേഗം പോയിക്കോ, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ തോന്നരുത്. തോന്നൂ? ഞാൻ ഒന്നും പറയണ്ട. കഴിഞ്ഞ തവണത്തെ പോലെ പോയ വഴി തിരിച്ചു വന്ന ഇനി ഞാൻ തുറന്നു വിടില്ല. എന്നും താക്കോല് മോഷ്ടിക്കാൻ നാണിയമ്മയ്ക്ക് കഴിഞ്ഞു വരുമോ? ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല നാണിയമ്മേ. സഹായമായിട്ടല്ല നാണിമതി ചെയ്യുന്നത്. ഒരു ഭ്രാന്തുമില്ലാത്ത നീ ഇതിനകത്ത് കിടന്ന് വെറുതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സഹിക്കാൻ അവഞ്ഞിട്ടാണ്. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും. നാണിയമ്മേ, ഞാൻ എനിക്കിനി അധികം കാലില്ല. മരിക്കണത് ഇതിനകത്തായാലും എന്താ പുറത്തായാലും. എന്നാ മോൻ അങ്ങനെയല്ലല്ലോ. ഞാൻ പോട്ടെ നാണിയമ്മേ. ചിലപ്പോ നന്ദിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് തന്നെ വരാൻ തോന്നും. എന്നെ കാത്തിരിക്കണം. മോനെ,
വീട്ടിൽ എനിക്ക് താമസിക്കാൻ വയ്യ നാണിയമ്മേ. താമസിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാനേതായാലും പോയിട്ട് വരാം. സാധ്യമല്ല. ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എടാ, നീ ഞാൻ പറയുന്നു കേൾക്ക്. എടുത്തു ചേടാനൊന്നും നിൽക്കണ്ട. നിനക്കെങ്ങനെ പറയാം? ലോക്കപ്പിൽ കിടന്നും അടി വാങ്ങിയത് ഞാനല്ലേ. വേദന സഹിക്കാം. എന്നാൽ ഈ അപമാനം സുധി, നീ ഒഴിഞ്ഞു മാറുകയാണെന്ന് എനിക്കറിയാം. നിനക്കെന്ത് പേടിക്കാനാ? നീ മന്ത്രിയുടെ മകനല്ലേ. നിന്നെ അവനൊന്നും ചെയ്യില്ലെന്ന അഹങ്കാരമാണ് നിനക്ക്. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കു സുധി. തന്ത്രപൂർവ്വം വേണം അവരോട് കളിക്കാൻ. എനിക്കിനി കാത്തേക്കാൻ വയ്യ. നീ എന്റെ കൂടെ വന്നാലും ഇല്ലെങ്കിലും ഞാൻ പോവാ. ഇന്ന് രാത്രി ഞാൻ അവന്റെ ശവം കൊണ്ടേ വരൂ. ഗുഡ് ബൈ സുധി. തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരാളെ കൂടി കൊല്ലം ബാക്കിയുണ്ടല്ലോ. അഭിനയിച്ചു മതി. മുൻപ് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴെനിക്ക് പരിപൂർണ വിശ്വാസമായി നിങ്ങൾക്ക് ഭ്രാന്തില്ലെന്ന്. എന്താ കൊല്ലുന്നില്ലേ? നടന്ന കൊലപാതകങ്ങളെല്ലാം നിങ്ങളാണ് ചെയ്തതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ മരിച്ചാൽ ആ തെളിവില്ലാതാകും. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാനുള്ള മെനക്കരുത്ത് നിങ്ങൾക്കില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും തുടർച്ചയായി 3 കൊല ചെയ്യേണ്ടി വന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ സംഭവിച്ചു പോകും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞിക്കാരി കാണാൻ ഭാഗ്യമില്ലാത്തവനെ ഞാൻ. സ്നേഹിച്ചു വളർത്തിയ മകളുടെ നഷ്ടം അതിനേക്കാൾ വലുതാണ്. ഒരച്ഛന്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും.
പക്ഷെ ഗോപിനാഥൻ എനിക്കൊരു വാക്ക് തരണം. നിങ്ങളെ കോടതി ഹാജരാക്കാൻ ഇനി 3 ദിവസമേ ഉള്ളൂ. അതുവരെ എന്നെ അനുസരിച്ചേ മതിയാവൂ. കോടതിയിൽ ഞാൻ എന്താണ് മൊഴി കൊടുക്കാൻ പോകുന്നത് അറിയൂ? ഗോപിനാഥൻ ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഗോപിനാഥൻ ഭ്രാന്താണ്. നിങ്ങൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. അതെനിക്ക് നിർബന്ധമാണ്. ഡോക്ടർ